ഹായ് ഓൾ സ്കോക്ക് നടന്ന സംഭവം. ഡയറക്ടർ വിഷ്ണു നാരായൺ, റൈറ്റർ രാജേഷ് ഗോപിനാഥൻ, പ്രൊഡ്യൂസേഴ്സ് അനൂപ് കണ്ണൻ, അതുപോലെ തന്നെ രേണു എ. ഈ അനൂപ് കണ്ണൻ ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോ കാണിക്കുമ്പോൾ ഒരാൾ വന്ന് മീൻ പിടിക്കാൻ ഇരുന്നിട്ട് പിന്നെ ഒരു കൊട്ടയിലല്ല ഒരു വലയിൽ മീനും എടുത്ത് ഓടുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഏത് പ്രൊഡക്ഷൻ കമ്പനീസിനെ എസ്പെഷ്യലി മലയാളത്തിൽ കാണിക്കുന്ന സമയത്ത് എന്ത് തേങ്ങയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മിക്കപ്പോഴും മനസ്സിലാവാറില്ല. കുറേ മിന്നാമിന്നി പറക്കുന്നു, അരക്കി ഓടുന്നു, കുതിര ഓടുന്നു, കടലിൽ കൂടെ എന്തൊക്കെ പറക്കുന്നു, ഇങ്ങനെ സ്ഥിരം കാണിച്ചിട്ട് കുറേ ആനിമേഷനിൽ കാണിച്ചിട്ട് പിന്നെ ലോഗോ വരുന്നു. വലിയ അർത്ഥങ്ങളൊക്കെ കാണുമായിരിക്കും. സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഹൗസിംഗ് ഏരിയ, അത്യാവശ്യം അപ്പർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന, റിച്ച് പീപ്പിൾ താമസിക്കുന്ന ഒരു ഹൗസിംഗ് ഏരിയ, വളരെ തിങ്ങിപ്പറക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ അസോസിയേഷൻ, അതുപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടല്ലോ, കുറേ സിനിമകൾ നമ്മൾ കണ്ടുള്ളത്. ആ ഒരു സെറ്റപ്പിലുണ്ടാകുന്ന ചില ഇൻസിഡൻസും ഒക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിലുള്ള മിക്ക സ്ത്രീ കഥാപാത്രങ്ങൾക്കും, പ്രത്യേകിച്ചും ആ ഏരിയയിലുള്ള വീടുകളിൽ താമസിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം തികഞ്ഞ വായി നോക്കികളായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ. ഒരു പുരുഷനെ കാണുമ്പോൾ പുരുഷൻ്റെ ശാരീരിക സൗന്ദര്യം നോക്കിയിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്ന, ഇത് എല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ഇറ്റ്സ് ഇലോജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഇങ്ങനെയുണ്ടോ ഒരു പ്രദേശം എല്ലാ സ്ത്രീകളും ഒരാളെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെള്ളറക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കാണും, അവർക്കൊന്നും വേറെ പണിയില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻ ദ ബിഗിനിങ്. പിന്നെ ഇതിൽ വരുന്നത് സുരാജ് പല സിനിമകളും മുൻപ് ചെയ്തിട്ടുള്ള മെയിൽ ഈഗോ ഒക്കെ വന്ന് വളരെ റഫായിട്ടുള്ള, വളരെ കണിശക്കാരനായിട്ടുള്ള, വളരെ മിസോജിനിസ്റ്റായിട്ടുള്ള ഒരു ഭർത്താവ്, സ്ത്രീകളെ എപ്പോഴും ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു ഭർത്താവ്. അതോടൊപ്പം അപ്പുറ സൈഡിൽ ബിജു മേനോൻ ചെയ്യുന്ന കഥാപാത്രം ഉണ്ണി, സുരാജിൻ്റെ കഥാപാത്രം അജിത് ഏട്ടൻ, ഇത് ഉണ്ണി, നല്ലവനായ ഉണ്ണി. അപ്പോൾ ബിജു മേനോൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഹസ്ബൻഡ്, ഐഡിയൽ ഫാദർ. ചുറ്റിലുമുള്ള ഈ പറഞ്ഞ വായി നോക്കികളായിട്ടുള്ള മിക്ക സ്ത്രീകളുടെയും വീട്ടിൽ ഭർത്താവില്ലേ, അത് മറ്റൊരു പ്രത്യേകത. ഭർത്താവ് വേറെ എവിടെയാണ്, ഭർത്താവില്ല. ഭർത്താവുള്ള സ്ത്രീകളുമുണ്ട് വായി നോക്കികളായിട്ട്. അപ്പം ബിജു മേനോൻ ഇങ്ങനെ ഐഡിയലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബിജു മേനോനെയാണ് നോക്കുന്നത്, അത്രയും ആരാധനയോട് കൂടി. അപ്പം ഇങ്ങനെയുള്ള ഒരു സിനാരിയോക്കകത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റും ഈ നേരത്തെ പറഞ്ഞ മെയിൽ ഈഗോയും പിന്നെ ചില ഇൻസിഡൻസ് ഒക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു യൂണിവേഴ്സ് പോലെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ വായി നോക്കി നടക്കുന്ന, പരദൂഷണം മാത്രം പറയുന്ന സ്ത്രീകളുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് കാണിക്കുമ്പോൾ തന്നെ സിനിമ വളരെ എൻഗേജിങ് ആണ്. അതുള്ള കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് സിനിമ പോകുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത് വളരെ എൻഗേജിങ് ആയിട്ട്, കഥാപാത്രങ്ങളെ ഒക്കെ നിരന്തരം യൂസ് ചെയ്തുകൊണ്ട്. അതൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ആൾക്കാരൊക്കെ ഞാൻ പറയാം, ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ അജിത്തും, സുരാജിൻ്റെ അജിത്തും ഗ്രൂപ്പും ഫുൾ ടൈം വെള്ളമടി പരിപാടി, രാവിലെ ഓടാൻ പോവുക, ടിപ്പിക്കൽ ലൈഫ്. അപ്പുറത്ത് ബിജു മേനോനും പിന്നെ കുറേ പെണ്ണുങ്ങൾ. സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മിലിയോ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കെമിസ്ട്രി, റാപ്പോ, അവർ മ്യൂച്വലി കോംപ്ലിമെൻ്റ് ചെയ്യണം. ഈവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാലും. അല്ലാതെ ഭർത്താവ് ഇങ്ങനെ കുടിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ ഭാര്യയ്ക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരിക്കും, ഭയങ്കര മടുപ്പായിരിക്കും. അപ്പം അത്തരം സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന മാനസിക വ്യാപാരങ്ങൾ, എസ്പെഷ്യലി സ്ത്രീകളുടെ POVയിലുള്ള മാനസിക വ്യാപാരങ്ങളാണ് സിനിമ പങ്കുവെക്കുന്നത്. സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന പോലീസ് എൻക്വയറിയും കാര്യങ്ങളൊക്കെയാണ്. ജോണി ആൻ്റണി ഉണ്ട്, പുള്ളി വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, വളരെ എൻജോയബിൾ ആയിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. അതോടൊപ്പം തന്നെ ലാലു ലസ് വിത്തിൻ 24 hours and 20 minutes. പുള്ളിക്ക് നല്ല പ്രായമുണ്ട്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുടെ സമയം, പക്ഷേ ഇതിൽ പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കുള്ളൊരു പോലീസുകാരൻ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ദിലീഷ് പോത്തൻ്റെ സിനിമയിൽ അഭിനയിച്ച ഫഹദ് മാല വെക്കുന്ന പേര് മറന്നുപോയി. പോലീസ് സ്റ്റേഷൻ ആവുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും കുറേ കള്ളന്മാർ, കഥാപാത്രങ്ങൾ, അതൊക്കെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബംഗാളിയെ കൊണ്ടുവരുന്നുണ്ട്, ക്ലീഷയാണ് എന്നാലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കള്ളനെ കൊണ്ടുവന്ന് ഓടിപ്പോകുന്നൊരു കള്ളൻ. അവിടെ ഒരു റേപ്പ് ജോക്ക് ഉണ്ട്, അത് അവോയ്ഡ് ചെയ്യായിരുന്നു. ബിജു മേനോൻ ആൻഡ് സുരാജ് രണ്ടുപേരും നല്ല പെർഫോമൻസാണ്. രണ്ടുപേരും നല്ല നടന്മാരാണ്. അവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന റോൾസാണ്. ബിജു മേനോൻ കിടൻ ലുക്കായിരുന്നു, പുള്ളിയുടെ ആ ഒരു ഹെയർ സ്റ്റൈലും പുള്ളിയുടെ ഒരു ടിപ്പുള്ള ഒരു ലുക്ക്, ടാറ്റോ ഒക്കെ അടിച്ച് സെറ്റായിരുന്നു. പുള്ളി മറൈൻ എഞ്ചിനീയറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്.
അതുപോലെ സുരാജ് ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ചെയ്ത പോലുള്ള ക്യാരക്ടറാണ്. ടഫായിട്ട് ഇങ്ങനെ ഒരു മെയിൽ ഈഗോ ഉള്ള കഥാപാത്രം സുരാജ് ഈസി ആയിട്ട് മനോഹരമായിട്ടത് റെൻഡർ ചെയ്തിട്ടുണ്ട്. ലിജോ മോൾ ജോസും ശ്രുതി രാമേന്ദ്രനുമാണ് രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ബിജു മേനോൻ്റെ വൈഫായിട്ട് ശ്രുതി രാമേന്ദ്രനും സുരാജിൻ്റെ വൈഫായിട്ട് ലിജോ മോളും. രണ്ടുപേരും റോൾസ് നല്ല വൃത്തിക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലിജോ മോൾ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ശ്രുതി രാമേന്ദ്രനും. സുരാജിൻ്റെ ഗ്യാങ്ങിൽ അവരൊരു ഗ്യാങ്ങായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കഥാപാത്രമാണ് സുധി കോപ്പ ചെയ്തിരിക്കുന്നത്. സുധി കോപ്പ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ഇറിറ്റേറ്റിംഗ് കഥാപാത്രമാണ്. അത് പുള്ളി ആ രീതി തന്നെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സദാചാരവാദിയായിട്ടുള്ള ഓൺലൈൻ മാധ്യമപ്രവർത്തനാണല്ലോ. പുള്ളിയുടെ പേര് ലിങ്കൺ എന്നാണ്. പക്ഷേ പുള്ളി എല്ലാവരും ലിങ്കൻ എന്നാണ് വിളിക്കുക. എനിക്ക് മനസ്സിലായി. ബിജു മേനോൻ ലിങ്കൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളിയെ തന്നെ ലിങ്കൻ എന്നാണ് വിളിക്കുന്നത്. സ്വഭാവം കൊണ്ടാണോ എന്നറിയില്ല. നൗഷാദ് അലി ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ആതിര ഹരികുമാർ നൗഷാദ് അലിയുടെ വൈഫായിട്ട് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അനഘ അശോക് ഒരു ബുക്ക് സെല്ലറായിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പെർഫോം ചെയ്ത എല്ലാവരും നൈസാണ്, പറയിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ കുടിയന്മാരുടെ ഗ്യാങ്ങിൽ സുരാജിൻ്റെ ഗ്യാങ്ങിലൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേരെനിക്കറിയില്ല, വല്ല സംവിധായകനാണെന്ന് അറിയില്ല. പുള്ളി ഇങ്ങനെ നല്ല അടിയാണ്. പുള്ളി ഇങ്ങനെ അടിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുക ഫുൾ ടൈം. ശരിക്കും അടിച്ചാണ് സംശയമാണ്. അടിച്ച് സെറ്റാണ് പുള്ളി. പിന്നെ നമ്മളെ നല്ല ബാംഗ്ലൂരു എടാ മോനെ അവയസ്ഥത്തിലെ വാർഡൻ പുള്ളിയും നൈസായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുട്ടികളായിട്ട് അഭിനയിച്ചില്ല രണ്ടുപേര്. കുട്ടികളുടെ അഭിനയിച്ചാൽ ശരിക്കും കുട്ടികളാണ്. ബിജു മേനോൻ്റെ മോളും സുരാജിൻ്റെ മോളും രണ്ടുപേരും നന്നായിട്ടുണ്ട്. ഈ സിനിമ ഒട്ടും ബോറടിയില്ലാതെ കണ്ടു തീർത്തിട്ടുള്ള ഒരു സിനിമയാണ്. എവിടെയും ബോറടിച്ചിട്ടില്ല. തുടക്കത്തിൽ ഇത് എന്തുവാ എന്നുള്ളൊരു സംശയം വന്നിരുന്നു. കാരണം ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ, എല്ലാ സ്ത്രീകളും വായി നോക്കിയാലായിട്ടൊരു സ്ഥലം വേറെ പണിയൊന്നുമില്ലേ എന്ന് തോന്നിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഗ്രാജുവലി ഇങ്ങനെ കയറി ബിജു മേനോൻ്റെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ഉണ്ടാകുന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ആ ഇൻസിഡൻറ്റ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ സെക്കൻഡ് ഹാഫിൽ പറയുന്നത് കൂടി വന്നപ്പോൾ കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിരുന്നു. ബോറടിക്കാതെ കണ്ടിരുന്ന ഒരു ചിത്രം. അതാണ് നടന്ന സംഭവം. ഈ സിനിമ സുരാജിൻ്റെ POVയിൽ കൂടെ കണ്ടു നോക്കാവുന്നതാണ്. കാരണം സുരാജിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഓഫ് കോഴ്സ് അദ്ദേഹം ഇങ്ങനെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സിനിമയിൽ നടന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അത് അദ്ദേഹത്തിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല, പലർക്കും ആക്സെപ്റ്റബിൾ ആവണം എന്നില്ല. അപ്പോൾ അത് ഒരിക്കലും ജസ്റ്റിഫൈബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അറ്റ് ദ സെയിം ടൈം സുരാജിൻ്റെ കഥാപാത്രത്തിന് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിന് ലീവ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ മുകളിൽ പിന്നെ വയലൻസ് ഉണ്ടാക്കുന്നൊന്നും കാര്യമില്ല. ലീവ് ചെയ്യാം, സ്വയം ലീവ് ചെയ്യാം. ആക്സെപ്റ്റ് അല്ലാത്ത കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ആര് ചെയ്തു കഴിഞ്ഞാലും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സുരാജിൻ്റെ POVയിൽ കാണുന്ന സമയത്ത് ബിജു മേനോൻ ചെയ്ത കാര്യം, ആ ക്യാരക്ടർ ചെയ്ത കാര്യം ആക്സെപ്റ്റബിളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. മനേഷ് മാധവനാണ് DOP. പുള്ളി ഒരു അവാർഡ് വിന്നിങ് സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സൈജു ശ്രീധരൻ അതുപോലെ തന്നെ ടോബി ജോൺ ഇവർ രണ്ടുപേരാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നൈസ്. പിന്നെ ഓഫ് കോഴ്സ് അങ്കിത് മേനോൻ മ്യൂസിക്. പുള്ളി നല്ല ബീറ്റൊക്കെ ഇട്ടിട്ട്, പല സ്ഥലത്തും ബീറ്റൊക്കെ ഇട്ടിട്ട്, പിന്നെ ഒരു സൗണ്ടൊക്കെ ഇട്ടിട്ട്, ബീൻ്റെ സൗണ്ടൊക്കെ ഇട്ടിട്ട് പുള്ളി നന്നായിട്ട് പൊലിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് വളരെ വളരെ മീഡിയോക്കറായിട്ട് ഫീൽ ചെയ്തത് ബിജു മേനോനെ അടികെട്ടിയിട്ട മേക്കപ്പ് ഉണ്ട്. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇവിടെ 2 ലിപ്സ്റ്റിക്ക് വെച്ച് വരച്ചേക്കുന്നു, ചെവിയിൽ ലിപ്സ്റ്റിക്ക് ഇട്ടേക്കുന്നു. അതുപോലെ ലാസ്റ്റ് ലിജോ മോൾക്ക് അടി കിട്ടിയപ്പോൾ ലിജോ മോൾക്കും ലിപ്സ്റ്റിക്ക് ഇട്ടേക്കുന്നു മുഖത്ത്.